പ്രിയപ്പെട്ട കുട്ടികളെ, ന്യൂക്ലിയ എന്നുള്ള ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂക്ലിയ എന്ന ചാപ്റ്ററിന്റെ ആദ്യത്തെ ഒരു ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു. ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ തുടങ്ങിയ ടേമുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അതൊക്കെ സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് വരുന്ന ചില ഭാഗങ്ങളാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിന്റെ മറ്റൊരു ഭാഗമാണ് സൈസ് ഓഫ് ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിന്റെ സൈസ്. നമ്മൾ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം പറഞ്ഞ സമയത്ത് ആറ്റത്തിന്റെ സൈസ്, ന്യൂക്ലിയസിന്റെ സൈസ് ഒക്കെ എത്രയെന്ന് പറഞ്ഞിരുന്നു. ആറ്റത്തിന്റെ സൈസ് 10⁻⁻10 മീറ്ററിന്റെ ഓർഡറിലാണെങ്കിൽ ന്യൂക്ലിയസിന്റെ സൈസ് 10⁻⁻15 മീറ്റർ ആ ഒരു ഓർഡറിലാണെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ അതിന്റെ ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. സൈസ് ഓഫ് ദി ആറ്റം 10⁻⁻10 ആണ്, ന്യൂക്ലിയസിന്റെ സൈസ് 10⁻⁻15 ആണ്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. It is found that the volume of a nucleus is proportional to its mass number. സാധാരണഗതിയിൽ ഒരു ന്യൂക്ലിയസിന്റെ സൈസ്, ഒരു ന്യൂക്ലിയസിന്റെ വോളിയം അതിന്റെ മാസ് നമ്പറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലെ? മാസ് നമ്പർ തീർച്ചയായിട്ടും മാസ് നമ്പറിന് അനുസരിച്ച് തന്നെയാണ് വരാൻ സാധ്യത. കാരണം മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ ന്യൂട്രോണിയും കൂടി എണ്ണാണ്. ഈ പ്രോട്ടോണും ന്യൂട്രോണും കൂടിയാണ് ന്യൂക്ലിയസിന് ഉള്ളിലുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും മാസ് നമ്പർ കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണം കൂടുമ്പോൾ അതിന്റെ സൈസും കൂടും. ഈ മാസ് നമ്പർ കുറയുമ്പോൾ സൈസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ വോളിയം ഓഫ് ന്യൂക്ലിയസ്, വോളിയത്തിന് സാധാരണ നമ്മൾ സ്ഫെറിക്കൽ ഷേപ്പ് ആണ് ന്യൂക്ലിയസ്. അപ്പൊ അതുകൊണ്ട് തന്നെ വോളിയത്തിന്റെ ഇക്വേഷൻ 4/3πr³ എന്ന് കൊടുക്കാം. ഈ 4/3πr³ ഇതിന്റെ വോളിയം ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാസ് നമ്പർ. മാസ് നമ്പർ നമുക്ക് എ എന്ന് കൊടുക്കാം. സോ 4/3πr³ ഈസ് പ്രൊപ്പോർഷണൽ ടു എ. നമ്മൾ 4/3π എന്നുള്ള സാധനങ്ങൾ കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിലെ സാധനം നമ്മൾ സമത്തിനപ്പുറം കൊണ്ടുപോയി. ആ കൊണ്ടുപോകുമ്പോൾ അതും വീണ്ടും ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് കൂടി നമ്മൾ ഈ പ്രൊപ്പോർഷണലി സൈനിൽ വന്നിട്ട് പുതിയൊരു പ്രൊപ്പോർഷണലിറ്റി കോൺസ്റ്റന്റ് എന്ന രൂപത്തിൽ വന്നോളൂ. അപ്പൊ നമുക്ക് r³ ഈസ് പ്രൊപ്പോർഷണൽ ടു എ എന്ന് എഴുതാൻ പറ്റും. ഓർ r ഈസ് പ്രൊപ്പോർഷണൽ ടു a⁻1/3 എന്ന് എഴുതാൻ പറ്റും. ബട്ട് 4/3π നമ്മൾ ഓൾറെഡി കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് ഒഴിവാക്കിയത്. ഇനി ഇപ്പൊ നമ്മൾ r³ ഈസ് പ്രൊപ്പോർഷണൽ ടു എ എന്ന് വന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ r³ ക്യൂബ് റൂട്ട് നമ്മൾ അങ്ങോട്ട് എടുത്തു. സോ r ഈസ് പ്രൊപ്പോർഷണൽ ടു a⁻1/3 ഓർ r ഈസ് ഈക്വൽ ടു ഇതുമ്പോൾ കോൺസ്റ്റന്റ് വരും. ആ കോൺസ്റ്റന്റ് r0 നമ്മൾ കൊടുത്തു. സോ r ഈക്വൽ ടു r0 a⁻1/3. ഈ ഇക്വേഷന് എല്ലാവർക്കും ഓർമ്മ ഉണ്ട്. ഇത് പിന്നെ ഒന്ന് ബോക്സിലാക്കി വെക്കുക. നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ റേഡിയസ് കാണാൻ, ന്യൂക്ലിയസിന്റെ സൈസിനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ ന്യൂക്ലിയസിന്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ ആണ് r ഈക്വൽ ടു r0 a⁻1/3, where r0 is constant and its value is 1.2, almost 1.2 to 1.5. ചില ബുക്കിൽ കാണാം 1.2 × 10⁻⁻15 മീറ്റർ. അപ്പൊ ഇവിടെ -15 മീറ്ററിലാണ്. അപ്പോൾ ഓർഡറിന്റെ സൈസ് നമുക്ക് ഇവിടെ തന്നെ ക്ലിയർ ആണ്. റേഡിയസിന്റെ സൈസ്, ഐ മീൻ ന്യൂക്ലിയസിന്റെ സൈസ് 10⁻⁻15 മീറ്ററിന്റെ ഓർഡർ തന്നെയാണ് വരിക. ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറെന്റ് ആറ്റോമിക് റേഡിയസ്. തീർച്ചയായിട്ടും മാസ് നമ്പർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ മാസ് നമ്പർ മാറുമ്പോൾ ആറ്റത്തിന്റെ റേഡിയസും മാറും. സോ ഡിഫറെന്റ് എലമെന്റ് ഹാവ് ഡിഫറെന്റ് ആറ്റോമിക് റേഡിയസ്. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് കാണാനുള്ള ഇക്വേഷൻ r ഈക്വൽ ടു r0 a⁻1/3. മറ്റൊരു കാര്യം, ഇത് a³ ഐ മീൻ a⁻1/3 ഡിപ്പെൻഡൻസ്. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. r ഈസ് പ്രൊപ്പോർഷണൽ ടു a⁻1/3 എന്നുള്ളതാണ്. ഇനി മറ്റൊരു ന്യൂക്ലിയർ ഡെൻസിറ്റി. ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി നമുക്ക് കണ്ടു നോക്കാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ρ ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് കാണണം, ന്യൂക്ലിയസിന്റെ മാസ്. ന്യൂക്ലിയസിന്റെ മാസ് കാണാൻ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട് എന്ന് അറിയണം. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ ഒക്കെ മാസ് ആൾമോസ്റ്റ് സെയിം ആണ്, അല്ലെ? 1.66 × 10⁻27 കിലോഗ്രാം എന്ന് എടുക്കാം രണ്ടിനും. അപ്പൊ ആൾമോസ്റ്റ് സെയിം ആണ്. മാസ് ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു m എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എത്ര ന്യൂക്ലിയോൺസ് ഉണ്ടാവും, എത്ര പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടി ആകെ രണ്ടും കൂടി കൂട്ടി എത്ര ഉണ്ടാവും? a ഉണ്ടാവും, അല്ലെ? അതിന്റെ മാസ് നമ്പർ, അല്ലെ? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കൂടി എണ്ണാണ്. അപ്പോ പിന്നെ നമുക്ക് ടോട്ടൽ ആയിട്ട് a നമ്പർ ഓഫ് ആണ് ഉണ്ടാവുക. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെ ഒക്കെ മാസ് സെയിം ആണ്. നമ്മൾ m എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു ന്യൂക്ലിയോണിന്റെ മാസ് ആണ്, ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള സാധനത്തിനാണ് ന്യൂക്ലിയോൺ എന്ന് വിളിക്കുക. ന്യൂക്ലിയോൺ ആണ് പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയോൺ ആണ്, ന്യൂക്ലിയോൺ. അപ്പോ ഒരു ന്യൂക്ലിയോണിന്റെ മാസ്, ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണോ ന്യൂട്രോണോ ഏത് കൊടുക്കാം. ഒരു ന്യൂക്ലിയോണിന്റെ മാസ് നമ്മൾ m എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട്? a മാസ് നമ്പർ ആണുള്ളത്. സോ മാസ് ഓഫ് ന്യൂക്ലിയസ്, അപ്പൊ ന്യൂക്ലിയസിന് മൊത്തം മാസ് എങ്ങനെ കിട്ടുക? m × a ചെയ്താൽ മതി, അല്ലെ? സോ m എന്ന് വരും. ഇനി വോളിയം ഓഫ് ദി ന്യൂക്ലിയസ്.
വോളിയം കാണാനുള്ള ഇക്വേഷൻ 4/3 പൈ ആർ ക്യൂബ് ആണ്. അവിടെ ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 4/3 പൈ ഇൻറ്റു ആറിന്റെ വാല്യൂ എന്താ R0 A⁻1/3 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R0 ക്യൂബ് A⁻1/3ന്റെ ക്യൂബ് എടുക്കുമ്പോൾ A എന്ന് തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ മുകളിലെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഡെൻസിറ്റിന്റെ ഇക്വേഷൻ വരിക മാസ് ബൈ വോളിയം, മാസിന്റെ വാല്യൂ MA ഡിവൈഡഡ് ബൈ വോളിയത്തിന്റെ ഇക്വേഷൻ 4/3 പൈ R0 ക്യൂബ് A എന്ന് വരും. എയും എയും ക്യാൻസൽ ചെയ്യാം, അടിയിലുള്ള 3 മുകളിലേക്ക് കൊണ്ടുപോകാം. സോ 3m ബൈ 4 പൈ ആർ ക്യൂബ് നോട്ട്. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ന്യൂക്ലിയോൺ ആണ്, 1.66 × 10⁻27 കിലോഗ്രാം ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പൈ ഇൻറ്റു R0ന്റെ വാല്യൂ 1.2 ഇൻറ്റു 10⁻15 ആണ്. അതിന്റെ ക്യൂബ് എടുക്കുക, എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വാല്യൂ കിട്ടും. ഇറ്റ് ഈസ് ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. 3ഉം m ഉം 4ഉം പൈ ആർ ക്യൂബ് ഒക്കെ കോൺസ്റ്റന്റ് ആണ്. So it is same for all elements. And the value 2.3 × 10⁻17 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ രണ്ട് കാര്യമാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഒന്ന്, ന്യൂക്ലിയർ ഡെൻസിറ്റി സെയിം കോൺസ്റ്റന്റ് ആണ്, അത് സെയിം ആണ് എല്ലാ എലമെന്റിനും. അപ്പൊ നമ്മൾ ഈ എലമെന്റ് മാറി എന്ന് കരുതി നമ്മൾ ഓക്സിജന്റെ ന്യൂക്ലിയർ ഡെൻസിറ്റിയും കാർബണിന്റെ ന്യൂക്ലിയർ ഡെൻസിറ്റിയും ഹൈഡ്രജന്റെ ന്യൂക്ലിയർ ഡെൻസിറ്റി ഒക്കെ സെയിം തന്നെ ആയിരിക്കും അല്ലെ? അതൊക്കെ സെയിം ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. അത് മാസ് നമ്പറിനൊന്നും ഡിപ്പെൻഡ് ചെയ്യണില്ല, അത് ആറ്റോമിക് നമ്പറിന്റെ മാസ് നമ്പറിനൊന്നും ഡിപ്പെൻഡ് ചെയ്യണില്ല. സോ എല്ലാ എലമെന്റിനും സെയിം ആണ്. നേരെ മറിച്ച് റേഡിയസ് ആണെങ്കിലോ സൈസ് ആണെങ്കിലോ അത് ഡിപ്പെൻഡ് ചെയ്യും അല്ലെ? A⁻1/3 ഡിപ്പെൻഡൻസ് ഉണ്ട്. ന്യൂക്ലിയർ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതാണ് ഒന്നാമത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, അതിന്റെ വാല്യൂ കാണാതെ പഠിക്കുന്നു വേണ്ട 2.3 എന്നുള്ള. പക്ഷെ അതിന്റെ വാല്യൂ നിങ്ങൾ നോക്കൂ, 10⁻17. 10⁻17 എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു വാല്യൂ ആണ്. 10⁻7 എന്ന് പറയുമ്പോൾ തന്നെ 10 ലക്ഷമായി. 10⁻8 എന്ന് പറഞ്ഞാൽ 1 കോടി, 10⁻9 എന്ന് പറഞ്ഞാൽ 10 കോടി, ഇങ്ങനെ പോവാണ്. അപ്പൊ 10⁻17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടാനകോടി വരും. അത്രയും വലിയൊരു വാല്യൂ ആണ് ഡെൻസിറ്റിന്റെ വാല്യൂ. ന്യൂക്ലിയർ ഡെൻസിറ്റി ഹ്യൂജ് വാല്യൂ ആണ്. നമ്മൾ അല്ലെങ്കിലും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞു വളരെ ചെറുതാണ് സൈസ്. എന്നാലും മാസ് ആണെങ്കിലോ ആറ്റത്തിന്റെ 99.9% മാസ് ഇവിടെയാണുള്ളത്. അപ്പൊ മാസ് വളരെ കൂടുതലാണ്. മാസ് വളരെ കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോഴാണ് ഒരു ആറ്റത്തിന്റെ മാസിന്റെ 99.9% മാസ് ഇവിടെയാണുള്ളത്. എന്നാൽ സൈസ് ആണെങ്കിലോ ആറ്റത്തിന് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ സ്ഥലത്തുമാണ് ഇവിടെ നിൽക്കുന്നത്. മാസ് വളരെ കൂടുതലാണ്, സൈസ് വളരെ കുറവാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. വലിയൊരു ഹ്യൂജ് വാല്യൂ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊരു വാല്യൂ കിട്ടി. ഇനി മാസ് എനർജി റിലേഷൻ, ഐൻസ്റ്റീന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഐൻസ്റ്റീൻ മാസ് എനർജി ഇക്വാലൻസി is given by E = mc², where c is the velocity of light in vacuum. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പിന്നെ ചെറിയ ക്ലാസ്സിൽ അറിയാം. നമ്മളിത് ബൈൻഡിങ് എനർജി എന്നുള്ള ഭാഗം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അത്രേ ഉള്ളൂ. The law of conservation of mass energy states that the sum of the mass energy of system of particle is conserved. നമുക്ക് ഈ മാസ് എനർജി റിലേഷന്റെ ഒരു പ്രത്യേകത, അതുവരെ പിന്നെ സെപ്പറേറ്റ് കൺസർവേഷൻ ആയിരുന്നു. മാസിന്റെയും എനർജിന്റെയും വേറെ വേറെ കൺസർവേഷൻ ഉണ്ടായിരുന്നു. കൺസർവേഷൻ ഓഫ് മാസും കൺസർവേഷൻ ഓഫ് എനർജിയും ഉണ്ടായിരുന്നു. കൺസർവേഷൻ മാസ് പറയുന്നത് മാസ് നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ കൺസർവേഷൻ ഓഫ് എനർജി ഉണ്ടായിരുന്നു, എനർജി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇപ്പൊ നമ്മൾ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് മാസ് എനർജിന്റെ ഒറ്റ കൺസർവേഷൻ പറയാൻ പറ്റും. ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. കാരണം മാസ് നമുക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ മാസ് എനർജിയാണ് എപ്പോഴും കൺസേർവ്ഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഈ മാസ് എനർജി റിലേഷന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഏതായാലും ഇക്വേഷൻ ഓർത്ത് നോക്കുക, E = mc². എന്നാൽ നമുക്ക് മാസ് ഡിഫക്റ്റും ബൈൻഡിങ് എനർജിയും പറയാൻ പറ്റുള്ളൂ. നോക്കൂ, മാസ് ഡിഫക്റ്റ് ഇതാണ് അടുത്തൊരു ടേം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം തന്നെയാണ് വാട്ട് ഈസ് മാസ് ഡിഫക്റ്റ്. മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, നമ്മളിപ്പോ ഒരു ഇവിടെ ചിത്രത്തിൽ നോക്കൂ, ഒരു 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഇങ്ങനെ വളരെ അടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെ? ഒരു ത്രാസിന്റെ ഒരു ഭാഗത്ത് അതാണ് വെച്ചിട്ടുള്ളത്, മറ്റേ ഭാഗത്തും അതന്നെയാണ്, 2 പ്രോട്ടോണും 2 ന്യൂട്രോണും തന്നെയാണ്, പക്ഷെ കുറച്ച് ദൂരത്ത് വെച്ചേക്കാണ്. അങ്ങനെ ആകുമ്പോൾ ഏതിനാ മാസ് കൂടുതൽ? ദൂരത്ത് വെക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കൂ, 2 പ്രോട്ടോൺ 2 ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹീലിയം ന്യൂക്ലിയസ് എടുക്കാം. ഹീലിയം ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? 2 പ്രോട്ടോണും 2 ന്യൂട്രോണും. ഈ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും നമ്മൾ ദൂരത്ത് ഇങ്ങനെ വെച്ചിട്ട്, കുറച്ച് ദൂരത്ത് വെച്ചിട്ട് നമ്മൾ അതിന്റെ മാസ് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം, ഒരു പ്രോട്ടോണിന്റെ മാസ് നമുക്കറിയാം, അപ്പൊ 2 പ്രോട്ടോണിന്റെ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഒരു ന്യൂട്രോണിന്റെ മാസ് നമുക്കറിയാം, അപ്പൊ 2 ന്യൂട്രോണിന്റെ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതിന്റെ വാല്യൂ കണ്ടുവെച്ച് നോക്കി. പിന്നെ നമ്മൾ ഇത് ഒക്കുമ്പോടെ അടുത്ത് നിൽക്കുകയാണ് ഹീലിയം ന്യൂക്ലിയസിന്റെ ഉള്ളിൽ. ഒരു ഹീലിയം ന്യൂക്ലിയസിന്റെ മാസും നമ്മൾ കണ്ടു നോക്കി. അങ്ങനെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാവുക ഈ ഹീലിയം ന്യൂക്ലിയസിന്റെ മാസ് കുറവാണ്. ഈ 2 പ്രോട്ടോണിന്റെയും 2 ന്യൂട്രോണിന്റെയും സെപ്പറേറ്റ് ആയിട്ട് മാസ് കാണുമ്പോൾ അതാണ് കൂടുതൽ. എന്ന് പറഞ്ഞാൽ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും കൂടി കൂടിച്ചേരുമ്പോൾ, കൂടിച്ചേർന്നിട്ട് ഒരു ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറുമ്പോൾ
അതിന്റെ മാസ് കുറച്ച് കുറയുന്നുണ്ട്, മാസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, ഈ മാസിൽ കുറച്ച് ഡിഫക്റ്റ് ഉണ്ട്. ഇതിനെയാണ് മാസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുക. നോക്കൂ, മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റെസ്റ്റ് മാസ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ദി സം ഓഫ് ദി മാസസ് ഓഫ് ന്യൂക്ലിയോൺസ് കമ്പോസിംഗ് ഓഫ് ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിന്റെ മാസും ന്യൂക്ലിയോൺസുകളുടെ മാസും തമ്മിലുള്ള ഡിഫറൻസ്. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ കൂടി ആണ് ന്യൂക്ലിയോൺ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ മാസ്. ഏതൊക്കെ നമ്മൾ ഡിഫറൻസ് ആണ്? ദ മാസ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് മാസ് ഓഫ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോൺസ്, ആ ന്യൂക്ലിയസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ന്യൂക്ലിയോൺസിന്റെ മാസും ഒറിജിനൽ ആയിട്ട് ആ ന്യൂക്ലിയസിന്റെ മാസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മാസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുക. നോക്കൂ, നമ്മൾ പിന്നെ അതിന്റെ ഒരു ഇക്വേഷൻ എഴുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂക്ലിയോൺസിന്റെ മാസ് ആദ്യം കാണണം, എന്നിട്ട് അതിന് ന്യൂക്ലിയസിന്റെ മാസ് മൈനസ് ചെയ്താൽ മതി. ന്യൂക്ലിയോൺസിന്റെ മാസാണ് കൂടുതൽ ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയോൺസിന്റെ മാസം എങ്ങനെ കാണാം? ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും. ഒരു ആറ്റത്തില് നമ്മൾ ജനറൽ കേസ് എടുക്കാം, എക്സ് ഇസഡ് എ എന്നുള്ള ജനറൽ കേസ്. അപ്പൊ എക്സ് എന്നുള്ള ഒരു എലമെന്റിന്റെ ആറ്റോമിക് നമ്പർ ആണ് സെഡ്, അതിന്റെ മാസ് നമ്പർ ആണ് എ. അങ്ങനെയാണെങ്കിൽ എത്ര പ്രോട്ടോണിന്റെ എണ്ണം ഉണ്ടാവും? പ്രോട്ടോൺസ് ഉണ്ടാവും, സെഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ടാവും അല്ലെ. ആറ്റോമിക് നമ്പർ ആണ് എന്റെ പ്രോട്ടോണിന്റെ എണ്ണം. ഒരു പ്രോട്ടോണിന്റെ മാസ് എം പി എന്ന് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ പ്രോട്ടോണിന്റെ മാസ് എങ്ങനെ കിട്ടുക? സെഡ് ഇൻറ്റു എം പി എന്ന് എടുത്താൽ മതി അല്ലെ. ഒരു പ്രോട്ടോണിന്റെ മാസ് എം പി, അതിൽ സെഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് ഉള്ളത്. സോ സെഡ് ഇൻറ്റു എം പി ചെയ്താൽ ടോട്ടൽ പ്രോട്ടോണിന്റെ മാസ് കിട്ടും. ഒരു ന്യൂട്രോണിന്റെ മാസ് നമ്മൾ എം എൻ എന്ന് എടുത്തു. ഒരു ന്യൂക്ലിയസിനുള്ള എത്ര ന്യൂട്രോൺസ് ഉണ്ടാവും? എ മൈനസ് സെഡ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എ മൈനസ് സെഡ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ടോട്ടൽ ന്യൂട്രോണിന്റെ മാസ് കിട്ടണമെങ്കിലോ എ മൈനസ് സെഡിനെ എം എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ടോട്ടൽ ന്യൂക്ലിയോൺസിന്റെ മാസ് കിട്ടണമെങ്കിൽ രണ്ടും കൂടി കൂട്ടുക, സെഡ് എം പി പ്ലസ് എ മൈനസ് സെഡ് എം എൻ. അതിൽ നിന്ന് അപ്പൊ ന്യൂക്ലിയോൺസിന്റെ മൊത്തം മാസ് കിട്ടി. ഈ ന്യൂക്ലിയോൺസിന്റെ മൊത്തം മാസ് ഏത് മൈനസ് ചെയ്യുക? ന്യൂക്ലിയസിന്റെ മാസ് മൈനസ് ചെയ്യുക, മൈനസ് എം ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മാസ് ഡിഫക്റ്റ് കിട്ടും. സോ മാസ് ഡിഫക്റ്റ് കാണാനുള്ള ഇക്വേഷൻ സെഡ് എം പി പ്ലസ് എ മൈനസ് സെഡ് എം എൻ മൈനസ് മൊത്തത്തിൽ നിന്ന് മൈനസ് എം, മാസ് ഓഫ് ന്യൂക്ലിയസ്. ഇവിടെ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ന്യൂക്ലിയസിന്റെ മാസാണ്. എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിന്റെ മാസാണ്. എം എൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസിന്റെ മാസാണ്. ആ ബ്രാക്കറ്റിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോൺസിന്റെ മാസാണ്. ആ ന്യൂക്ലിയോൺസിന്റെ മാസം ന്യൂക്ലിയസിന്റെ മാസാണ് മൈനസ് ചെയ്തത്. അപ്പോഴാണ് നമുക്ക് ഡെൽറ്റ എം മാസ് ഡിഫക്റ്റ് കിട്ടിയത്. ഇക്വേഷൻ ഓർത്ത് വെക്കണം, ഡെഫിനിഷൻ ഓർത്ത് വെക്കണം. മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ഇൻ മാസ് ബിറ്റ്വീൻ ദ മാസ് ഓഫ് ന്യൂക്ലിയോൺസ് ആൻഡ് മാസ് ഓഫ് ന്യൂക്ലിയസ്. ഓക്കെ, ദിസ് മാസ് ഡിഫക്റ്റ് ഈസ് കൺവേർട്ടഡ് ആസ് എനർജി. അപ്പൊ കുറച്ച് മാസ് നഷ്ടപ്പെടുന്നുണ്ട്, മാസിൽ കുറച്ച് കുറവ് വരുന്നുണ്ട്. ഈ മാസ് എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? ഈ മാസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇ ഈക്വൽ ടു എം സി സ്ക്വയർ ഇക്വേഷൻ പ്രകാരം ഈ മാസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ടോ ആ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ ന്യൂക്ലിയോൺസിന്റെ ഉള്ളില്, ഐ മീൻ ന്യൂക്ലിയസിന്റെ ഉള്ളില് ഈ ന്യൂക്ലിയോൺസ് ഒക്കെ നിൽക്കുക. നമ്മൾ പറഞ്ഞു ഈ ന്യൂക്ലിയസിന്റെ ഉള്ളില് ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസ് ഒക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല എനർജി വേണ്ടി വരും. കാരണം പ്രോട്ടോണും പോസിറ്റീവ് ചാർജുള്ള സാധനങ്ങളാണ്. അത് രണ്ടും വരുമ്പോൾ അവിടെ റിപ്പൽഷൻ ഉണ്ടാവും. ന്യൂട്രോണിന് ചാർജ് ഒന്നും ഇല്ല. അപ്പൊ ഈ ചാർജ് ഇല്ലാത്ത ന്യൂട്രോണിനെയും ചാർജുകൾ ഉള്ള പ്രോട്ടോണിനെയും വികർഷിക്കാതെ ഒക്കെ അട്രാക്ട് ചെയ്ത് ഇങ്ങനെ നിർത്തും. ഒരു വളരെ ചെറിയൊരു ഭാഗത്ത് ഇത്രയും സാധനത്തിനെ നിർത്തണമെന്നുണ്ടെങ്കിൽ നല്ല എനർജി വേണ്ടി വരും. ഈ എനർജി ആരാ കൊടുക്കുന്നത്? ആ എനർജിയാണ് മാസ് ഡിഫക്റ്റ്. ഈ മാസ് ഡിഫക്റ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ എനർജി ഉപയോഗിച്ചിട്ടാണ് ന്യൂട്രോൺസിനെ പ്രോട്ടോൺസിനെയും ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പിടിച്ച് നിർത്തുന്നുണ്ടാവുക. ദിസ് മാസ് ഡിഫക്റ്റ് ഈസ് കൺവേർട്ടഡ് ആസ് എനർജി റെസ്പോൺസിബിൾ ഫോർ ബൈൻഡിങ് ദ ന്യൂക്ലിയോൺ ടുഗദർ ഇൻ ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഈ ന്യൂക്ലിയോൺസിനെ, ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ബൈൻഡ് ചെയ്ത് നിർത്താൻ ആവശ്യമായിട്ടുള്ള എനർജി കൊടുക്കുന്നത് ആരാണ്? ഈ മാസ് ഡിഫക്റ്റ് എനർജിയാക്കി മാറ്റിയിട്ടാണ്. മാസ് ഡിഫക്റ്റ് പെർ ന്യൂക്ലിയോണിനെ പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് വിളിക്കാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയാത്തതുകൊണ്ടാണ് നമ്മൾ ഒറ്റ സെന്റൻസിൽ നിർത്തിയത്. മാസ് ഡിഫക്റ്റ് വരെ പറഞ്ഞുകൊണ്ട് മാസ് ഡിഫക്റ്റ് പെർ ന്യൂക്ലിയോൺ. മാസ് ഡിഫക്റ്റിനെ ന്യൂക്ലിയോണിന്റെ എണ്ണം കൊണ്ട് മൈനസ് ചെയ്യുക, അതാണ് മാസ് ഡിഫക്റ്റ് പെർ ന്യൂക്ലിയോണ്. അപ്പോഴാണ് കിട്ടുക മാസ് ഡിഫക്റ്റിനെ ന്യൂക്ലിയോണോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പാക്കിംഗ് ഫ്രാക്ഷൻ. ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ എ മാസ് നമ്പറിനെയാണ് നമ്മൾ ന്യൂക്ലിയോണിന്റെ എണ്ണം, ടോട്ടൽ ന്യൂക്ലിയോൺ. അപ്പോൾ മാസ് ഡിഫക്റ്റ് ഡെൽറ്റ എം ബൈ എ, അതിനാണ് പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുക. ഇനി മറ്റൊരു ടേം ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി. നോക്കൂ, ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി വിത്ത് വിച്ച് ദ ന്യൂക്ലിയോൺസ് ആർ ബൗണ്ട് ഇൻ ദ ന്യൂക്ലിയസ്. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ന്യൂക്ലിയോൺസിനെ ബൈൻഡ് ചെയ്ത് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു എനർജി ഉണ്ടാവും. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ ന്യൂക്ലിയോൺസിനെ, ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ഒക്കെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ബൈൻഡ് ചെയ്ത് നിലനിർത്തിയിട്ടുണ്ടാവുക.
ആ എനർജിനെയാണ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്ന് വിളിക്കുന്നത്. ഈ എനർജി എവിടുന്ന കിട്ടിയത്? നമ്മൾ പറഞ്ഞു മാസ് ഡിഫക്റ്റിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി വിത്ത് വിച്ച് ദ ന്യൂക്ലിയോൺസ് ആർ ബൗണ്ട് ഇൻ ദി ന്യൂക്ലിയസ്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് മെഷേർഡ്, അതിന്റെ പിന്നെ വേറൊരു രൂപത്തിൽ ഡെഫിനിഷൻ ചോദിച്ചാൽ മുകളിൽ പറഞ്ഞാലും മതി. വാട്ട് ഈസ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി? ഇറ്റ് ഈസ് ദ എനർജി വിത്ത് വിച്ച് ദ ന്യൂക്ലിയോൺസ് ആർ ബൗണ്ട് ഇൻ ദ ന്യൂക്ലിയസ്. അത്ര മതി. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദി എനർജി റിക്വയർഡ് ടു ബ്രേക്ക് അപ്പ് a nucleus into its constituent parts and place them at an infinite distance from one another. ഒരു ന്യൂക്ലിയസിനെ മുറിച്ചിട്ട് ഈ എല്ലാ ന്യൂക്ലിയോൺസിനെയും പരസ്പരം വളരെ ദൂരത്ത് ഇങ്ങനെ കൊണ്ടുപോയി വെക്കാൻ മൊത്തം നമുക്ക് എത്ര ചെലവാവോ, എനർജി ചെലവാവോ, ആ മൊത്തം എനർജിനെയാണ് അതിന്റെ മൊത്തം ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്ന് വിളിക്കുക. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള മുകളിലത്തെ ഡെഫിനിഷൻ തന്നെ മതി. അപ്പൊ നമുക്ക് ഈ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജിന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടുക? ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി ഉണ്ടാവുമ്പോൾ പറഞ്ഞു മാസ് ഡിഫക്റ്റിനെയാണ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ബൈൻഡിങ് എനർജിന്റെ ഇക്വേഷൻ, ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം സി സ്ക്വയർ, ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോ നമ്മള് ഇതാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താ പറയുക? ഡെൽറ്റ എമ്മിന്റെ വാല്യൂ സെഡ് എം പി പ്ലസ് എ മൈനസ് സെഡ് എം എൻ മൈനസ് എം ഇൻറ്റു സി സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, അപ്പോ പിന്നെ ഈ ഇക്വേഷനും ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോ പിന്നെ നമ്മൾ പറഞ്ഞത് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജിന്റെ ഇക്വേഷന് ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ, ഇങ്ങനെ ചെയ്താൽ മതി. ഇനി മറ്റൊരു ടേം നോക്കൂ, നമ്മൾ പിന്നെ ഇവിടെ പറഞ്ഞത് ന്യൂക്ലിയസ് അതിന്റെ മാസ് പ്ലസ് ബൈൻഡിങ് എനർജി ആകുമ്പോഴാണ് നമ്മൾ ഗ്രേറ്റർ മാസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോൺസുകളൊക്കെ ദൂരത്ത് നിൽക്കുമ്പോഴാണ് അവർക്ക് മാസ് കൂടുതൽ ഉണ്ടാവുക. അത് അടുത്തേക്ക് വരുമ്പോൾ എപ്പോഴും മാസ് കുറയും. ആ മാസ് കുറയേണ്ട മാസിനെയാണ് നമ്മൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് ബൈൻഡിങ് എനർജി. അതാണ് ഈ ന്യൂക്ലിയോൺസിനെ വളരെ അടുത്ത് പിടിച്ചു നിലനിർത്തുന്നത്. ഇനി അടുത്ത ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, മറ്റൊരു ടേമാണ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എനർജി, ന്യൂക്ലിയർ ബൈൻഡിങ് എനർജിനെ നമ്മൾ ന്യൂക്ലിയോണിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നോക്കൂ, ഇറ്റ് ഈസ് ദ എനർജി ടു റിമൂവ് എ ന്യൂക്ലിയോൺ ഫ്രം ദ ന്യൂക്ലിയസ് ടു ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്. ടോട്ടൽ ആയിട്ട് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എല്ലാ ന്യൂക്ലിയോൺസിനെയും ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലേക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ്. ഇവിടെ നമ്മൾ ഒരു ന്യൂക്ലിയോണിനെ, ഒരു പ്രോട്ടോൺ അല്ലെങ്കിൽ ഒരു ന്യൂട്രോണിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ്. ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ന്യൂക്ലിയോൺ, എ ന്യൂക്ലിയോൺ ഫ്രം ദ ന്യൂക്ലിയസ് ടു ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്. നമുക്കത് കാണാനുള്ള ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ബൈൻഡിങ് എനർജി. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ആണ് ബൈൻഡിങ് എനർജിന്റെ. നമ്മൾ ഇ ബി എന്നോ ബി എന്നൊക്കെ കൊടുക്കാം ബൈൻഡിങ് എനർജി ബൈ the total number of nucleons. It is the ratio of binding energy of a nucleus to the number of nucleons. EB by A അല്ലെങ്കിൽ binding energy B എന്ന് കൊടുക്കുകയാണെങ്കിൽ BE by A, അതിനെയാണ് നമ്മൾ EBN binding energy per nucleon എന്ന് വിളിക്കുന്നത്. It determine the stability of the nucleus. ഈ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി നൽകുന്നത് EBN ആണ്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. അപ്പോൾ ഒരു ന്യൂക്ലിയോസിന്റെ EBN വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്റ്റെബിലിറ്റി പറയാൻ പറ്റും. EBN വാല്യൂ കൂടുതലാണെങ്കിൽ നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവും, EBN വാല്യൂ കുറവാണെങ്കിൽ സ്റ്റെബിലിറ്റി കുറവായിരിക്കും എന്നും നമുക്ക് പറയാൻ പറ്റും. ദ ഗ്രേറ്റർ EBN ദ മോർ സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സോടെ നിർത്തുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.